നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ചൂടുകുരു. ഈ വേനൽക്കാലത്ത് എല്ലാവരും ഒരുപോലെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ചൂടുകുരു എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഈ ചൂടുകുരു എങ്ങനെ ഉണ്ടാവുന്നു, ഈ ചൂടുകുരു വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്താലാണ് ഈ ചൂടുകുരു പെട്ടെന്ന് മാറുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ചൂടുകുരു? വിയർപ്പ് ഗ്രന്ഥികളിൽ തടസ്സം ഉണ്ടാവുന്നതാണ് ചൂടുകുരു. അതായത് ചൂട് സമയത്ത് ഒരുപാട് വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഇത് വിയർപ്പ് ഗ്രന്ഥികളിൽ തടസ്സം ഉണ്ടാവും. ഈ തടസ്സം ഉണ്ടാകുന്ന സമയത്ത് ഈ കൂടി നിൽക്കുന്ന വിയർപ്പുകൾ പൊട്ടിയിട്ട് പുറത്തേക്ക് കുരുക്കളായിട്ട് വരികയാണ് ചെയ്യുക. ഇതാണ് ശരിക്കും ചൂടുകുരു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ചൂടുകുരു നമ്മുടെ ശരീരത്തിൻ്റെ മേൽഭാഗത്താണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മുടെ തരി പോയിട്ടുള്ള വെള്ള തുള്ളികൾ പോലെയുള്ള കുരുക്കളാണ് നമുക്ക് ഉണ്ടാവുക. ഈ ചൂടുകുരു ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഈ ചൂടുകുരിൽ നിന്ന് രക്ഷ നേടാമെന്ന് വെച്ചാൽ, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, എപ്പോഴും നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക. അതേപോലെ തന്നെ ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ വിയർപ്പുള്ള ഡ്രസ്സുകൾ ഒരുപാട് നേരം ഉപയോഗിക്കാതിരിക്കുക. ഈ വിയർപ്പ് കൂടുതൽ ഉള്ള ഡ്രസ്സ് നമ്മൾ ഇടുന്ന സമയത്ത് വിയർപ്പ് ഒരുപാട് കൂടാനും പിന്നീടും ചൂടുകുരു ധാരാളം ഉണ്ടാവാനും അത് കാരണമാവും. അതുകൊണ്ട് ആരും തന്നെ ഈ ചൂടുള്ള സമയത്ത് വിയർത്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇടുക. അത് കോട്ടൺ ആയിട്ടുള്ള ലൂസായിട്ടുള്ള ലൈറ്റ് കളറുള്ള ഡ്രസ്സുകൾ ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതൊക്കെ ഒരു ചൂടുകുരു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിന് ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിക്കുന്നതാണ്. അതേപോലെ തന്നെ തണുത്ത ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുക. അതായത് ജലാംശം കൂടുതലുള്ള നമ്മുടെ ശരീരത്തിന് തണുപ്പ് തരുന്ന ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ഇലക്കറികൾ ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രകൃതിദത്തമായ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഈ ചൂടുകുരു ഉണ്ടാവുന്നതും ഉണ്ടായ ചൂടുകുരു പെട്ടെന്ന് തന്നെ പോകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതൊന്നായത് അരി കഴിക്കുക, വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ തൈര് നന്നായിട്ട് ദേഹത്തും തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആയിട്ട് കഴുകി കളയുക. അതേപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ല്, ആ കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിട്ട് അത് നന്നായിട്ട് തേച്ച് ദേഹത്തും എവിടെയാണോ ചൂടുകുരു ഉള്ളത് അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അത് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് കഴുകിക്കളയുക. ചെമ്പരത്തിയുടെ പൂവോ അതിൻ്റെ ഇലയോ എടുത്തിട്ട് നന്നായി താളി ഉണ്ടാക്കുക. എന്നിട്ട് ദേഹത്തും അതേപോലെ തലയിലൊക്കെ നന്നായിട്ട് തേച്ച് വെക്കുക. എന്നിട്ട് ഡ്രൈ ആവുന്നതുവരെ കുറച്ച് വെയിറ്റ് ചെയ്യുന്ന ഡ്രൈ ആയിട്ട് കഴുകിക്കളയുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളം എടുക്കുക. എന്നിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് അത് കുറച്ച് പിഴിഞ്ഞെടുത്തിട്ട് എവിടെയാണോ ചൂടുകുരു ഉള്ളത് അവിടെയൊക്കെ നന്നായിട്ട് ഒപ്പിക്കൊടുക്കുക. അങ്ങനെ തണുപ്പിക്കുക വഴി നമുക്ക് ഈ ചൂടുകുരു ഉണ്ടാകുന്നതിന് ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ഈ പുതിയ ചൂടുകുരു വരുന്നത് തടയാനും ഉണ്ടായ ചൂടുകുരു പെട്ടെന്ന് തന്നെ മാറിപ്പോവാനും നമ്മളെ ഒരുപാട് സഹായിക്കും. അതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. അതേപോലെ നമ്മുടെ ശരീരത്തെ എപ്പോഴും തണുപ്പായിട്ട് അതേപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം എന്നുള്ളത്. ഇങ്ങനെയുള്ള ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വഴി നമുക്ക് ഈ വേനൽക്കാലത്തെ എല്ലാവരും ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ചൂടുകുരു എന്നുള്ളൊരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെയൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് സാധിക്കും.